മനസ്സുറങ്ങുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇന്ന് മനസ്സ് തുറക്കുവാനായിട്ട് കഴിഞ്ഞ ചില നാളുകളായിട്ട് പലരും ചോദിക്കുകയുണ്ടായി, എന്താ ആൻറ്റിയുടെ പുതിയ എപ്പിസോഡ്സ് ഒന്നും ഇല്ലേ, പഴയത് തന്നെയാണല്ലോ റീപ്ലേ ചെയ്യുന്നതെന്ന്. ബിക്കോസ് വി ആർ ഗോയിങ് ത്രൂ സംതിങ്സ് ആൻഡ് എൻ്റെ പിള്ളേർ 4 പേരും ഇന്നിവിടെ ഉണ്ട്. അവരായി എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. മൂത്തവൻ ബിജു, അവർ കുടുംബമായിട്ട് ബോംബെയിൽ താമസിക്കുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ ബിനി, അവരെ സ്റ്റേറ്റ്സിലായിരുന്നു. അവിടെ നിന്ന് ജോലിയൊക്കെ രാജിവെച്ച് 8 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന് കേരളത്തിൽ ബേസ് ചെയ്ത് അവരും കർത്താവിൻ്റെ വേലയിലാണ്. മൂന്നാമത്തെ മകൾ ബീന, അവർ കുടുംബമായിട്ട് ഗോവയിൽ താമസിച്ച് ഇവിടെ അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 8 ഇളയ മകൻ ബിനു, അവരും ഫാമിലിയായിട്ട് കൽക്കട്ടയിൽ താമസിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 4 പേരും ഇന്നിവിടെ എന്നോടൊപ്പം ഉണ്ട്. അങ്ങനെ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യുക. കഴിഞ്ഞൊരു വർഷം ശരിക്കും ഒരു വളരെ ഇവൻറ്റ്ഫുൾ ഒരു വർഷമായിരുന്നു. പ്രത്യേകിച്ച് മമ്മായിക്ക് മാത്രമാണ് ഞങ്ങൾ ആസ് എ ഫാമിലി എല്ലാവർക്കും ഒരു വളരെ സംഭവങ്ങളെ കൊണ്ട് നടത്തിയൊരു വർഷമായിരുന്നു. മമ്മ എന്തുവായിരുന്നു കഴിഞ്ഞ വർഷം ഈ 2014 മമ്മ നാഗം തൊട്ടൊന്ന് അയവറിയില്ല. 2014 ജനുവരി മാസത്തിൽ തന്നെ ഞാൻ കൽക്കട്ടയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. രാജു ബിനീസ് എന്ന് പറഞ്ഞ ഒരു കർത്താവിൻ്റെ ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി യു ഷുഡ് സ്പീക്ക് ഇൻ അവർ ചേർച്ച് ഓൺ ദ 23rd of February. താൻ എനിക്ക് ടോപ്പിക്കും തന്നു, വിശ്വാസത്തിൻ്റെ പരിശോധന. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റാണ് എന്ന് പറഞ്ഞു. അന്ന് ആ ചർച്ചയ്ക്ക് പോയി ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗിച്ചത് ഏതാണ്ട് 43 വർഷങ്ങൾ അനേക പരിശോധനയിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് സഭാപരമായി, കുടുംബപരമായി, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പലവിധമായ അപവാദങ്ങൾ, നിന്ദകൾ, രോഗങ്ങൾ, മരണങ്ങൾ, ഇങ്ങനെ അനേക വേദനകൾ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചർച്ചയിൽ പ്രസംഗിക്കാൻ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എന്തെന്നാൽ ഒരു പരീക്ഷ എഴുതാതെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കാൻ ഒക്കത്തില്ല. BA പരീക്ഷ പാസ്സായാലേ MA നമുക്ക് കടക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എവറി ടെസ്റ്റിങ്, എല്ലാ പരിശോധനയും, എൻ്റെ ജീവിതത്തിലെ അനുഭവം 1 മണിക്കൂർ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ അവിടെ പ്രസംഗിച്ചേ. അപ്പോൾ ഞാനിങ്ങനെ പറയുകയുണ്ടായി, എവറി വൺ ഓഫ് ദം, ഓരോ പരിശോധനയിലും എൻ്റെ കർത്താവ് ഗോഡ് ഇൻ്റർവ്യൂഡ്. ആ ഓരോ പരിശോധനയിൽ കൂടിയും കർത്താവ് എന്നെ അടുത്ത ലെവലിലേക്ക് വളർത്തിയാണ് ചെയ്തത്. ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തെ രുചിച്ചറിയുവാനും കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയുവാനും അങ്ങനെ അടുത്ത ലെവലിലേക്ക് വളരുവാൻ ഒരിടത്ത് പോലും കർത്താവ് താളടിയാക്കിയിട്ടില്ല. അപ്പോൾ അത് വളരെ ശക്തമായി ഞാനത് അവിടെ പ്രസംഗിക്കുകയുണ്ടായി. അത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മായിക്ക് ഇനി വരാൻ പോകുന്ന പരിശോധനയെക്കുറിച്ചോ അല്ലെ ഒരു ട്രയൽ പീരീഡിനെ കുറിച്ചോ വല്ല ഐഡിയ ഉണ്ടായിരുന്നു? ആ നിലയിലട്ടോ ഞാൻ വിചാരിച്ചു എനിക്കിപ്പം ഇത്രയും പ്രായമൊക്കെ ആയി, നമ്മുടെ ട്രയലൊക്കെ ഏതാണ്ട് കഴിഞ്ഞു, വലിയ തോതിലുള്ളതൊക്കെ തരണം ചെയ്ത് വന്നു. എന്നാൽ ചില ഫാമിലിയിൽ ചില മരണം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പറഞ്ഞാൽ നിർത്തിയേ. എൻ്റെ ഒരു സിസ്റ്റർ, ഞാൻ വളരെ സ്നേഹിക്കുന്ന സിസ്റ്റർ, ഞാൻ 2005 തോന്നുന്നു, 5 or 6, I don't remember, she went to be with the Lord. I was so broken. എന്നാൽ ആ ബ്രോക്കൺനെസ് കഴിഞ്ഞാണ് അതിൻ്റെ അടുത്ത വർഷമാണ് മനസ്സോർക്കുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കിടയായത്. അപ്പം നൗ ദിസ് മന്ത് 8 വർഷം തികയാണ് നമ്മൾ മനസ്സോർക്കുമ്പോൾ പ്രോഗ്രാം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ പറയുണ്ടായി. അതുകൊണ്ട് ആ തകർച്ച, എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ വേദന, ഒത്തിരി കണ്ണുനീര്, അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം തുടങ്ങിയപ്പം ഐ വാസ് ഏബിൾ ടു റിലേറ്റ് വിത്ത് പീപ്പിൾ. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പലരും എന്നോട് അവരുടെ വേദന ഷെയർ ചെയ്യുമ്പം ഞാൻ എൻ്റെ ഹൃദയം ജസ്റ്റ് വെൻറ്റ് അലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഉള്ളുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ വേദനയും അവരോടുള്ള സ്നേഹം, കമ്പാഷൻ കൂടുതൽ മനസ്സിലാക്കാൻ. അപ്പോൾ എൻ്റെ ഈ പ്രോഗ്രാമിൽ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ബി ലൈക്ക് എ മദർ and speak with love and compassion.
എന്നെ ഒത്തിരി പേര് അമ്മ എന്ന് വിളിക്കാറുണ്ട്. ഒത്തിരി പേര് എന്നെ ഒരു ഫാമിലിയിലെ മെമ്പറെ പോലെ സ്നേഹിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് സ്നേഹത്തോടെ ചില കാര്യങ്ങൾ പറയുന്നു. ആ ഒരു കമ്പാഷനിലേക്ക്, ആ ഒരു അളവിലേക്ക് എന്നെ വളർത്തിയെടുത്തത് ഈ വേദനകൾ, ഈ തകർച്ചകൾ, ഈ ഒരു പൂ ഞെരടുമ്പം അതിൽ നിന്ന് ഫ്രേഗ്രൻസ് വെളിവരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ഞെരടുകൾ കൊണ്ട് നമ്മൾ കടന്നു പോകും. അത് വളരെ വേദനാജനകമാണ്. എന്നാൽ അതിൽ കൂടെ മാത്രമേ ഫ്രേഗ്രൻസ് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ നിലകളിൽ ഞാൻ അവിടെ അത് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തിയത്. അത് കഴിഞ്ഞു. ഞാൻ മാർച്ചിൽ ഞാനും തംസാനും കൂടെ ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയിൽ നിന്നുള്ള ചില ക്ഷണം അനുസരിച്ച് അമേരിക്ക കടന്നുപോയി. അതിനു മുമ്പ് ജനുവരിയിൽ ഞാൻ കൽക്കട്ടയിലും ബോംബെയിലും കടന്നുപോയി. ആ സമയത്ത് എന്നോട് ചിലർ പറഞ്ഞു, ആൻറ്റിയുടെ പ്രോഗ്രാം ഇത്രയും അനുഗ്രഹമായി നടക്കുകയല്ലേ. Thousands of people literally were blessed. They tasted the love of Christ through this program. So why can't you dub it into another language? അപ്പോൾ ഞങ്ങൾ ആ ബിനുവും ബിജു ഒരുപോലെ പറഞ്ഞു, മമ്മ ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. അപ്പോൾ വൈ ക്യാൻ വി ഡു ദാറ്റ്? അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്തെന്നാൽ എല്ലാവരും യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയണം. ഞങ്ങളൊരു മതത്തെക്കുറിച്ചേ അല്ല ഇവിടെ പറയുന്നത്. Want to present Jesus to the people who loves and care for us, who died for all of us. അപ്പോൾ ആ യേശുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ, ഒരു വലിയ അളവിൽ പങ്കുവയ്ക്കാൻ ഒരു അവസരം കിട്ടുന്നതാണല്ലോ. അപ്പോൾ അമേരിക്കയ്ക്ക് പോയപ്പം എന്നെ വളരെ സ്നേഹിക്കുന്ന പലരോട് ഞാനിങ്ങനെ പറയാൻ ഇടയായി, ദ ഓൺലി തിങ് വിച്ച് ക്യാൻ സ്റ്റോപ്പ് മീ ഈസ് മണി. ബിക്കോസ് ഡബിങ്ങിനും പൈസ ആവശ്യമാണ്. വേറൊരു ചാനൽ, നോർത്ത് ഇന്ത്യയിൽ ഒരു ചാനൽ കൊടുക്കുന്ന പൈസ ആവശ്യമാണ്. അപ്പം ദർ ഇസ് ഓൾവേസ് എൻ അറ്റാക്ക്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പം ഒരു അറ്റാക്ക്. അപ്പം മൈ ബി യുനോ നോട്ട് ഓൺലി മണി, ഇഫ് ഐ പുട്ട് യു ഡൗൺ, ശത്രുവിന് പറയാനുള്ള നിന്നെ ഞാൻ പിടിച്ച് ഇട്ടാൽ നീ എങ്ങനെ ചെയ്യും? എന്നാൽ ദാറ്റ് വാസ് എ റിയൽ വിഷൻ. താവേ അത് ചെയ്യാനിടയാക്കണമേ എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെ അതിൻ്റെ പ്രിലിമിനറി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഏപ്രിൽ മാസം ഞാൻ തിരിച്ചു മടങ്ങി വന്നു. ഒരു മാസത്തോളം അമേരിക്കയിലുണ്ടായിരുന്നു. ഒരാഴ്ച ഇംഗ്ലണ്ടിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രോഗ്രാം കണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട ഇവരിൽ കൂടെ നമ്മളൊരു ചർച്ച ഹീത്രോയിൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചർച്ചിലുള്ള ആ കുഞ്ഞുങ്ങളെ ഒരു മക്കളെ പോലെയാണ്. അവിടെ വന്ന് ഒരാഴ്ച അവരോട് സമയം സ്പെൻഡ് ചെയ്തു. വീട് അമേസിങ് ടൈം. ഒത്തിരി കർത്താവ് അവിടെ പ്രയോജനപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ 15 ഞാൻ നാട്ടിലോട്ട് മടങ്ങി വരുന്നത്. അത് കഴിഞ്ഞ് മമ്മ വന്നു കഴിഞ്ഞിട്ട് വി ആക്ച്വലി മെറ്റ് ഇൻ ചെന്നൈ ഫോർ എ വെഡിങ്. വന്നു കഴിഞ്ഞ് ഇറ്റ് വാസ് ഓൺ ദ 21st, I think. 21st. അപ്പോൾ അവിടെ വന്ന് യു കെയിം ദെയർ ആൻഡ് യു ഹാഡ് സം ഹെൽത്ത് കൺസേൺസ് വെൻ വി വർ ദെയർ ടുഗദർ. You were telling me. Then I also thought, ഞാൻ വിചാരിച്ചു അമ്മ യാത്രയൊക്കെ ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞ് വന്ന് you were having some health problems. But it's the day after you went from Chennai that the whole episode started unveiling. So why don't you just talk about it? ഞാൻ 24-ാം തീയതി, ഏപ്രിൽ 24-ാം തീയതി വൈകുന്നേരം ചെന്നൈയിൽ നിന്ന് മടങ്ങി വന്നു. 25-ാം തീയതി രാവിലെ ഞാൻ ബാത്റൂമിൽ പോയപ്പം ഐ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു യൂറിൻ പാസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പം എനിക്ക് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. തലേദിവസം അമ്മ എന്നെ വിളിച്ചു, ഓർമ്മയില്ലേ? അത് തലേ രാത്രി അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വയറിനകത്ത് എന്തോ അസ്വസ്ഥതയുണ്ട്, എന്തോ ഒരു നീർക്കെട്ട് പോലെ തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയോട് പോയി ചെക്ക് ചെയ്തു, സ്കാൻ എടുത്തു നോക്കാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു വേണ്ട, നീ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഞാൻ വയറ്റിൽ കൈ വയ്ക്കാൻ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ ഫോണിൽ കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതെ, അതിൻ്റെ അടുത്ത ദിവസം രാവിലെയാണ് ഈ അതെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വലിയൊരു കാര്യപരിപാടിയായിരുന്നു അത്. ബിനു വാസ് വെരി ഡിസ്റ്റർബ്ഡ്. ബോംബെ, കൽക്കട്ട, ചെന്നൈ വന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ അവൻ കടന്നു പോകുമായിരുന്നു. അപ്പോൾ അവനോട് ഒത്തിരി പറഞ്ഞ് അവനെ ഭാരപ്പെടുത്തരുത് എന്ന് വിചാരിച്ച് അവനോട് കൂടുതൽ പറഞ്ഞില്ല. അപ്പോൾ അവിടെ വന്ന് അന്ന് രാത്രി ബിജു ഇംഗ്ലണ്ടിൽ പോവാം അല്ലേ. അപ്പം ഓൺ ഹിസ് വേ ടു ദ എയർപോർട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എനിക്കെന്തോ രസം തോന്നുന്നുണ്ട്. അങ്ങനെ അവനെ ഹി പ്രേഡ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഒരു എൻ്റെ ഒരു മോളെപ്പോലെ സ്നേഹിക്കുന്ന
31 ഇയേഴ്സായിട്ട് എൻ്റെ കൂടെ ചിങ്ങവനത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന, പലപ്പോഴും നിങ്ങളുടെയൊക്കെ ഫോൺ എടുക്കുന്ന ഐ ഡിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഐ ഡി ഇവിടെ വന്നിരുന്നു എൻ്റെ വയറ്റിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഐ ഡിയും വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം പലപ്പോഴും പല കാര്യങ്ങളും മറന്നു കിടക്കുക. അടുത്ത ദിവസം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. എന്നിട്ട് ഞാൻ പിള്ളേരെ ആരെയും വിളിച്ച് പറഞ്ഞില്ല, അവരെ ഒന്നും പ്രയാസപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച്. എന്നാൽ സമ്മോറത് ദേ കെയിം ടു നോ. ബീന ആൻഡ് ബിനു എന്ന് പറഞ്ഞാൽ ബിനിയും ബിജുവും ഒപ്പം സ്ഥലത്തില്ല, ഔട്ട് ഓഫ് ദ കൺട്രി ആയിരുന്നു. അങ്ങനെ അപ്പം നീ വിവരമായിരുന്നു. എനിക്ക് ഒരു ഫോൺ കോൾ വന്നു, മമ്മായിക്ക് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നൈ വെച്ച് 2 ദിവസം മുമ്പ് കണ്ടപ്പോൾ മമ്മ എന്നോട് പറഞ്ഞത് ഒരു വയറിനകത്ത് എന്തോ ഉള്ളപോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ജസ്റ്റ് നീർക്കെട്ടായിരുന്നു, ടു മച്ച് ഇൻ ടു ഇറ്റ്. സോ അപ്പം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, ഹീസ് എ യൂറോളജിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വി തോട്ട് വിൽ കോൾ ദാറ്റ് പർട്ടിക്കുലർ ഡോക്ടർ. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓൾസോ അഡ്വൈസബിൾ ടു ഡു എ അൾട്രാസൗണ്ട്. സോ ആഫ്റ്റർ കപ്പിൾ ഓഫ് അവേഴ്സ് യു ആർ ഏബിൾ ടു പാസ് യൂറിൻ. മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് that led you to go and take an ultrasound. That's where everything began to. അത് ദൈവത്തിൻ്റെ വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ താൻ പറഞ്ഞുകൊണ്ട് മാത്രം അല്ല, ഇതൊരു നിസ്സാര കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി അതുകൊണ്ട് താൻ ബ്ലഡ് യൂറിനെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടോ അല്ല അൾട്രാസൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. അതിന് മുമ്പ് ബിനു എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അമ്മായിക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, 3-4 മണിക്കൂറായിട്ട് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ അന്ന് തന്നെ ഞാൻ ഓർത്തു, ആരുമില്ലല്ലോ വീട്ടിൽ, ഡാഡി ഇല്ല, ആരുമില്ല വീട്ടിൽ. അപ്പം ഞാൻ ബിനി നാട്ടിലില്ല. അപ്പം ഞാനോർത്തു ഞാനങ്ങ് നാട്ടിലോട്ട് പോയേക്കാം എന്ന് വിചാരിച്ച് അന്ന് ഈവനിങ്ങിൽ ഞാൻ ബിനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പം അന്ന് രാവിലെ, ആക്ച്വലി അവർക്ക് രാത്രിയാണ്, ലേറ്റ് നൈറ്റ് അല്ലേ. അപ്പം ഞാൻ ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ മമ്മ ഈസ് നോട്ട് ഏബിൾ ടു pass the urine properly, she is in pain, so I am going to Kerala tonight, please pray for her എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ അയച്ചു. എന്നിട്ട് അപ്പം തന്നെ ഞാൻ കേരളത്തിലോട്ട് തിരിച്ചു അല്ലേ. പിന്നെ നീ രാവിലെ എഴുന്നേറ്റപ്പം ബീന ആടെ മെസ്സേജ് അവിടെ ഇവിടുത്തെ രാവിലെ എന്ന് പറയുമ്പോൾ അവിടെ ലേറ്റ് നൈറ്റ് ആയിരുന്നു. സോ ഞാൻ ഉറങ്ങാൻ പോയി, കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റത് ഞാനൊരു സ്വപ്നം കണ്ടോണ്ടാണ്. അപ്പോൾ ഞാൻ വളരെ ക്ലിയറായിട്ട് ഞാൻ ഉണർന്നതും ഇതെന്തൊരു സ്വപ്നമാണ്, ഇത് ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു സ്വപ്നം. അപ്പോൾ ഞാനിങ്ങനെ അത് ചിന്തിച്ചുകൊണ്ട് കിടന്ന് ചുമ്മാ രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്തപ്പോഴാണ് ബീനയുടെ മെസ്സേജ് കാണുന്നത്. ഞാൻ കണ്ട സ്വപ്നം എങ്ങനെയായിരുന്നു, കുടുംബമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു വെക്കേഷൻ. അപ്പോൾ ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ളൊരു വീട്, ഒരു വലിയൊരു വീട്, അതിന് ഭയങ്കര വലിയ വിൻഡോസും, നമുക്ക് അത് അവിടെ നിന്ന് 2 നിലയുടെ മേളിൽ. അപ്പം ഞാനിങ്ങനെ നിൽക്കുക ആ വിൻഡോയുടെ അടുത്ത്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ വ്യൂ, സീ ഇങ്ങനെ കാണാം, പിള്ളേരെല്ലാം ഓടി നടന്ന് കളിക്കുന്നു, മമ്മ ഉണ്ട്. അപ്പോൾ എനിക്കും അണ്ടർസ്റ്റുഡാണ്, എല്ലാവരും അവിടെ ഉണ്ട്, ഫാമിലി മുഴുവനും. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക, എന്തൊരു ഭംഗിയുള്ള സീനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ വേവ്സിന് ഒരു വ്യത്യാസം, പെട്ടെന്ന് അതിൻ്റെ ശക്തി കൂടി, ഒരു വലിയ കാറ്റടിക്കുന്ന പോലെ പെട്ടെന്ന് ഈ തിരമാലകൾ ഇങ്ങനെ പൊങ്ങിയിട്ട് ഒരു സുനാമി വരുന്നത് പോലെ ഈ വീടിന് നേരെ അടിച്ചു വരുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര ഒരു പാനിക് മോഡിലോട്ട് പോയി എല്ലാവരും. എന്ത് ചെയ്യും, ഇത് അടിച്ചിങ്ങനെ വരിക, നമുക്ക് കാണാം. അപ്പോൾ ഞാനിതിങ്ങനെ പൊങ്ങി വരുമ്പോൾ കാണുന്നത് കടലിനകം എനിക്ക് കാണാം. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ ഇത് വരിക, നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. നമ്മൾ എത്ര ഓടിയാലും ഇത് നമ്മളെ ക്യാച്ചപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പാനിക്ക് നിന്ന് ഞാനിങ്ങനെ അതിനകത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന ആ കടലിനകത്ത്, ആ വെള്ളത്തിനകത്ത് 2 ഭയങ്കര ഹ്യൂജ് ടണൽസ്, സീ ത്രൂ ഗ്ലാസ് ടണൽസ് കാണുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല. അപ്പോൾ അതിൻ്റെ ആ ഓപ്പണിങ് വന്നിട്ട് ഈ വീടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയും, നമ്മളെന്തിനാ ഓടുന്നത്, രക്ഷപ്പെടാൻ ഓടേണ്ട ആവശ്യമില്ല, ഇതിനകത്തൊരു വഴി ഉണ്ട് നമുക്ക് അതിനകത്ത്. അപ്പോൾ ഞാൻ ഈ ടണൽ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുക, ദൈവം ഇസ്രായേൽ മക്കളെ കടലിനകത്തൂടെ വെള്ളം നനയാതെ നടത്തിയതുപോലെ നടത്താൻ നമുക്കൊരു പാത ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്, നമുക്കിതിനകത്തൂടെ കയറി പോവാം. അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ ഞാൻ അന്ന് ഉണർന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് തോന്നും. അപ്പോൾ ഞാൻ ഈ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഈ മെസ്സേജ് കണ്ടു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, കർത്താവ് എന്തോ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഉടനെ മമ്മായെ വിളിച്ചു, ഫോൺ എടുത്ത് മമ്മായെ ഞാൻ വിളിക്കുമ്പോൾ മമ്മ അൾട്രാസൗണ്ട് എടുക്കാനായിട്ട് മോള് രാവിലെ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ വൈകുന്നേരമായി.
ഈവനിങ്ങിൽ മമ്മ സ്കാൻ എടുത്തിട്ടിരിക്കുക. അതെ, സ്കാനിൽ. അപ്പം ഞാൻ മമ്മയോട് പറഞ്ഞു, മമ്മ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം മമ്മയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്തോ വരുന്നു, റിസൾട്ട് എന്തോ ആയിക്കോട്ടെ സ്കാനിൻ്റെ, പക്ഷേ ദൈവം ഓൾറെഡി വഴി തുറന്നിട്ടുണ്ട്, ഒന്നും പേടിക്കാനില്ല, പാനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയാനായിട്ട്. ദാറ്റ് വാസ് സച്ച് എൻ അമേസിങ് വിഷൻ. കർത്താവിൻ്റെ സ്നേഹവും കരുതലും എത്ര വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ കോളും കാറും തിരമാലയും ശത്രുവായ പലവിധമായ അറ്റാക്സ് നമുക്കെതിരെ വരുമ്പോൾ നമ്മളെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവം, നമ്മളെ കരുതുന്ന ഒരു കർത്താവ് അതിനു മുമ്പേ നമുക്ക് വേണ്ടി വഴി തുറന്നു വയ്ക്കുന്നു. മോളെ ആ ദർശനം കാണിച്ചതിനെ ഒത്തിരി ബലപ്പെടുത്താൻ ഇടയായിത്തീർന്നു. എന്താ പറയുക, എൻ്റെ എല്ലാ ആൻസൈറ്റിയും അപ്പോൾ ഒന്നുമില്ല, ഒരു ചെറിയ വിഷയമാണെങ്കിൽ തന്നെയും കർത്താവ് മുന്നമേ നമ്മളെ വരാനുള്ളത് അത് അടച്ച് ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ പുറമോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പല ഹാർഡ് ടൈംസ്, ടഫ് ടൈംസ് ഞാൻ കടന്നുപോയ സമയങ്ങളിലെല്ലാം ഇതുപോലെ ആരിൽ കൂടെയെങ്കിലും ദൈവം ഒരു വലിയ ദർശനം, എന്നാൽ അപ്പോൾ നടക്കുന്നത്, ഇനി വരാനിരിക്കുന്നത്, എങ്ങനെ അതിൽ നിന്ന് വിട്ടുവയ്ക്കും, ഇങ്ങനെയുള്ള വലിയ ദർശനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. അതെനിക്ക് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അതിൽ കൂടെ നമ്മൾ പിന്നെ ഒന്നും ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള ആ വലിയ ഉറപ്പും ധൈര്യവും കർത്താവ് എനിക്ക് തരാൻ ഇടയായിത്തീർന്നു. അത് മാത്രമല്ല, കർത്താവ് എപ്പോഴും എന്നോട് പാട്ടിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അന്ന് വെളുപ്പിനെ 25th വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാനൊരു പാട്ടിൻ്റെ അടി കേട്ടോണ്ടായി നിൽക്കുന്നത്. ആ പാട്ടൊക്കെ ഞാൻ പാടിയ കാലം മറന്നു. അത് ഈ പാട്ടാണ്, യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ. അത് ഒരു സ്റ്റാൻസ ഇങ്ങനെയുണ്ട്, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. അപ്പോൾ അത് ഞാൻ ഓർത്ത് കർത്താവ് മനഃപൂർവ്വം എനിക്ക് തന്നതാണ്. എന്നാൽ ഞാൻ കർത്താവിനോട് ചോദിക്കരുത്, കർത്താവ് വൈ ലോഡ്, എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ഞാൻ ചോദിക്കാൻ പാടില്ല. അതിന് കർത്താവ് മുന്നമേ പറഞ്ഞു, നിന്നിലും ശക്തർ നിന്നിലും ഭക്തർ. ഇങ്ങനെയുള്ള പരിശോധനയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും ചോദിക്കാനില്ല. അതിൻ്റെ വേറൊരു സ്റ്റാൻസയിലാണ്, ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, വനിതാ പ്രിയനെ സമുദ്രത്തിൻ്റെ നടുവിൽ. അപ്പോൾ എനിക്ക് പാട്ട് തരികയാണ് സമുദ്രത്തിൻ്റെ നടുവിൽ വരുന്നെന്ന്. അവിടെ അമേരിക്കയിലായിരുന്ന ബിനിയെ കാണിച്ചു സമുദ്രത്തിൻ്റെ നടുവിൽ എങ്ങനെയാണ് പോകാൻ വഴി തുറന്നെന്ന്. ദിസ് ഈസ് ദ ഗോഡ് വി സെർവ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. നാം കടന്നു പോകുന്ന പ്രശ്നം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് ചെറുതോ വലുതോ ഗുരുതരമോ, ബട്ട് ഓൾവേസ് ഹീസ് ദെയർ. അവനെ സ്നേഹിക്കുന്ന അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലഹീനൽ തികഞ്ഞു വരുന്ന എൻ്റെ ബലം, ഞാൻ നിന്നെ തള്ളിക്കളയില്ല അല്ലേ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്, അവൻ ഇന്ന് ജീവിക്കുന്നു. നിങ്ങളിതുപോലെ പല പ്രശ്നങ്ങൾ കൂടെ കടന്നു പോവുകയായിരിക്കാം, എന്നാൽ അതിനപ്പുറമായി അഹടായിട്ടത് കണ്ട് നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്, അവൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ അവൻ നമുക്ക് നൽകിത്തന്ന പല അവസരങ്ങളാണ്. അതുകൊണ്ട് കർത്താവിന് നമ്മളോട് പറയാനുള്ളത്, പൈതലേ നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഏത് വിഷയം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, ഏത് തിരമാല അടിച്ചുയർന്നാലും, വെള്ളത്തിൽ കൂടെ നടന്നാൽ പെരുവെള്ളങ്ങൾ നിന്നെ മുക്കിക്കളയില്ല. ബിക്കോസ് ഐ ആം വിത്ത് യു. ഞാൻ നിന്നോട് കൂടെയുണ്ട് അല്ലേ. ആ കർത്താവ് നിങ്ങളോട് കൂടെ ഉള്ളത് എന്നോടുകൂടെ മാത്രമല്ല, അവനെ സ്നേഹിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അവൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ കരുതൽ, അവനാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് വഴി ഇതാണ്, ഇതിലേ നടക്കാമെന്നുള്ള ശബ്ദം കേൾപ്പിച്ച് നാം പതറുന്ന സമയങ്ങളിൽ, ഞാൻ കർത്താവേ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഓർത്ത് നീ ആകുലപ്പെടുമ്പോൾ തൻ്റെ സ്നേഹത്തിൻ്റെ കരം നീട്ടി നിന്നെ ആശ്ലേഷിച്ച് ആ കരത്താൽ നിന്നെ തലോടി ആ സ്നേഹത്തിൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ച് ഇത്രയും കരുതുന്നൊരു ദൈവം, ദൈവം ഇത്ര അടുത്തുള്ള ജാതി മറ്റേതുള്ളൂ. നമ്മുടെ ജീവിതങ്ങൾ, അനേകരുടെ ജീവിതങ്ങൾ അവനെ രുചിച്ചറിയാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് അനേകർ ഞങ്ങളെ ശ്രവിക്കുന്നവർ ഇതുവരെയും ഈ സ്നേഹം രുചിച്ചറിയാത്തവർക്കാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കർത്താവിനെ വിശ്വസിക്കാൻ കൊള്ളാം കേട്ടോ. അവൻ നമ്മളെ തളികളെയാത്ത ദൈവമാണ്.
മറ്റാരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും, നമ്മളെ സ്നേഹിക്കുന്ന ആരും നമ്മുടെ അടുത്തില്ലെങ്കിലും, ബൈബിൾ ഇങ്ങനെ പറയുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണ. ഏത് മനുഷ്യർക്കും ഒരു തുണയായിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കാം. ഐ ആം എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് അറ്റ് എവറി നീഡ്. ആ വെരി പ്രസൻറ്റ് ഹെൽപ്പായിരിക്കാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആശയെല്ലാം അറ്റിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാനുഷികമായ എനിക്ക് ആശയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വഴിയുമില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ദയവ് ചെയ്ത് ഡോണ്ട് ലൂസ് യുവർ ഹാർട്ട്. നിങ്ങളുടെ പ്രതീക്ഷ അറ്റുപോകരുത്. എന്തെന്നാൽ ഒരുവൻ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായവൻ, നിങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വേദനിക്കുവാൻ കഴിവുള്ളവൻ, നിങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന നല്ല അരുമനാഥൻ നിങ്ങളുടെ സമീപമുണ്ട്. അവൻ ഒരാളെ അല്ല സ്നേഹിക്കും, നമ്മളെല്ലാവരും. ഈ യേശുവിനെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ യേശുവിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട. ബിക്കോസ് ഹി ഹാസ് ഡൺ ഇറ്റ് ഓൾ. അവൻ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു, അവൻ നിങ്ങൾക്ക് വേണ്ടി രക്തം ഊറ്റി, അവൻ നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകി. ദിസ് എ ലിവിങ് റിയാലിറ്റി ഐ എം ടോക്കിംഗ് അബൌട്ട്. ഒരു മിത്തല്ല, കെട്ടുകഥയല്ല. യേശു നിങ്ങൾക്ക് വേണ്ടി യാഗമായി. ആ യേശുവിൻ്റെ സ്നേഹം, അതിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ സമീപം യേശു നിൽക്കുക കേട്ടോ. നിങ്ങൾ എവിടെയായിരുന്നാലും, ഹോസ്പിറ്റലാണോ, നിങ്ങൾ വീട്ടിലാണോ, ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. യെസ് ലോർഡ്, യേശുവേ നീ എനിക്കും വേണ്ടി കൂടെ മരിച്ചോ. ആ സിസ്റ്റർ പറഞ്ഞല്ലോ, എനിക്കും വേണ്ടിയാണ് നീ മരിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങനെ രക്തത്താൽ നീ എന്നെ ഒന്ന് കഴുകണമേ. എന്നെയും നിൻ്റെ പൈതലാക്കണമേ. എനിക്ക് ആശ്വാസം തരണമേ. എൻ്റെ ഈ വേദനയിൽ എന്നെ സഹായിക്കണമേ. കഷ്ടങ്ങൾ, എൻ്റെ ഈ കഷ്ടങ്ങൾ നീ അടുത്ത തുണയായി ഒന്ന് വെളിപ്പെട്ട് വരണമേ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. യേശു നിങ്ങളെ സമീപേ നിൽക്കുന്നു. ആ കർത്താവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിലേക്ക്